ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ മാന്യ ശ്രോതാക്കൾക്ക് ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്പൽ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകാൽ ഈ പെരുന്തോട്ടി പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന ഈ ധർമ്മത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ വളരെയേറെ പ്രതിസന്ധികൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സമാധാനം ലഭിക്കുമോ, ഒരു സന്തോഷം ലഭിക്കുമോ എന്നൊക്കെ ഓർത്ത് അവരായിരിക്കുമ്പോൾ എല്ലാവരും അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ലഹരി പദാർത്ഥത്തിനും അടിമയായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചെയ്തൊരു കാര്യം ഇതാണ്: അവൻ മദ്യത്തിൽ ആശ്രയിച്ചു, അവൻ മയക്കുമരുന്നിൽ ആശ്രയിച്ചു. അവൻ്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്തിട്ടും അവസാനം ഒരു മുഴം കയറിൻ്റെ അകത്തോ അല്ലെങ്കിൽ അല്പവിഷത്തിൻ്റെ അകത്തോ അവൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുന്ന എത്ര വാർത്തകളാണ് നാം പത്രമെടുത്ത് വായിച്ചാൽ കാണുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും. നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ശരിയാണ്, ഒരു കാലത്ത് അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് 1ാം ക്ലാസ് മുതൽ അങ്ങ് പഠിക്കുന്ന എത്ര കുഞ്ഞുങ്ങളാണ് ലഹരി പദാർത്ഥത്തിന് അടിമയാകുന്നത്, എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര കുടുംബത്തിലാണ് സ്വന്തം മാതാവ് മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു, മക്കളെയും ഭാര്യയും കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലല്ലേ ഇങ്ങനത്തെ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തു പറ്റി നമ്മുടെ കേരളത്തിന്? വിദ്യാഭ്യാസത്തിന് കുറവാണോ, അതോ സമ്പത്തിന് കുറവാണോ? ഇതൊന്നുമല്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കടന്നു പറയാൻ ഏറ്റവും വലിയ കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഈ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഓരോ ദിവസവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമാധാനത്തിലേക്ക് അവന് കടന്നു വരാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് സന്തോഷം നഷ്ടപ്പെട്ടത്? വിശുദ്ധ ബൈബിൾ അതിന് പല ശൈലി പറഞ്ഞാൽ അവൻ പാപം അവന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്. അവന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ കഴിയാതെ അവന്റെ ജീവിതം ഏറ്റവും നാശത്തിലേക്ക് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ അവൻ പാപം അവന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട്. ഈ പാപം വന്നപ്പോൾ അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അമ്മയെ സ്നേഹിക്കാൻ കഴിയാതെ അവൻ ഓരോ ദിവസവും മദ്യത്തിനും അങ്ങനെ ലഹരി പദാർത്ഥത്തിന് അടിമയായിക്കൊണ്ട് ഓരോ ദിവസവും അവന്റെ ജീവിതം വളരെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ഈ ജീവിതത്തിൻ്റെ അകത്ത് നാശം കൊണ്ട്, കഷ്ടത കൊണ്ട്, വേദന കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ കഴിയുമോ? ഇപ്പോൾ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടി ഇപ്പം ശാസ്ത്രമൊക്കെ ഒത്തിരി വളർന്നു ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം മദ്യപിക്കുന്ന ഒരു മനുഷ്യനറിയാതെ താൻ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൻ്റെ അകത്ത് ആ ഗുളിക കലക്കി കൊടുക്കും. അങ്ങനെ ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ താൻ മദ്യത്തിൽ നിന്ന് പരിപൂർണമായിട്ട് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരും. ആ കുടുംബത്തിന് എന്ത് സന്തോഷമാണെന്നറിയാമോ? അങ്ങനെ 1 മാസം 2 മാസം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ ആ മദ്യത്തിൽ ആശ്രയിച്ചിട്ട്
പിന്നെയും തൻ്റെ ജീവിതത്തിൽ മദ്യം കൂടി വന്ന് ആദ്യം മദ്യം കൊണ്ട് മാത്രമുള്ള വിഷയമുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ പിന്നെയും മദ്യപിച്ച് തൻ്റെ സമ്മതനെല്ലാം തെറ്റി ഒരു മാനസിക രോഗിയായി എത്ര കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകലിന് ഈ ദേശത്തോട് ഞങ്ങളെ വിളിച്ചു പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി, മദ്യം മാറ്റുവാൻ വേണ്ടി നീ ഗുളികയെ ആശ്രയിച്ചിട്ട് നിന്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു മാനസിക വിഭ്രാന്തി പോലെ നീ ഇന്ന് കുടുംബമായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അവിടെ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു മാർഗമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഉത്തരം നല്ല വാർത്തയാണ് സുവിശേഷം. സമാധാനത്തിന്റെ വാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ ആളുകളെ ഓരോ കവലതോറും നിന്നുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ, ഓരോ രാജ്യങ്ങളിലും അനേക കവലകളിലും നിന്ന് യേശു ക്രിസ്തുവിനെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്കുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും മദ്യത്തിന് അടിമയായിക്കൊണ്ട് ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. അവിടെ നിന്നല്ല ഞങ്ങളെ മാറ്റിയ ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ ഉത്തരം ഇതേ ഉള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് സുവിശേഷം. മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നേ ഉള്ളൂ. ഈ ലോകത്ത് അഭിപ്രായം പറയാൻ എല്ലാവർക്കും കഴിയും, ശരിയല്ലേ? ലോകത്തെ സർവ്വജനത്തിനും അഭിപ്രായം പറയാൻ കഴിയും. എന്നാൽ ഇന്ന് പകലില് ഈ ദേശത്തോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായിട്ട് സമാധാനം തരാനും സന്തോഷം തരാനും ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ലഭിക്കുവാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിന് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒറ്റ മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ചോദിച്ചാൽ എല്ലാവർക്കും യേശുവിനെ കുറിച്ച് അറിയാം. യേശു ആരാണെന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ചില ആൾക്കാർ പറയും യേശു മറിയുടെ മകനാണ്, യേശു യോസേപ്പിന്റെ മകനാണ്, യേശു മരിച്ചവൻ ഉയർപ്പിച്ചവനാണ്, യേശു രോഗികളെ സൗഖ്യമാക്കിയവനാണ്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ യേശുവിനെ കുറിച്ച് പറയാനുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ട് യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ ദേശത്ത് നിന്ന് പറയും, യേശു ആരാണെന്ന് ചോദിച്ചാൽ അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവ് യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറയാൻ കാരണം? ആദാമ്യ മനുഷ്യന്റെ പാപം മുതൽ ലോകം മുഴുവൻ പാപത്തിന്റെ അടിമയായി ജീവിച്ചു. മനുഷ്യന് എവിടെയെങ്കിലും ഒരു സമാധാന പാപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് മുതൽ മനുഷ്യൻ ഓട്ടമാണ്. എവിടെ ഈ പാപത്തിൽ നിന്ന് ഒരു രക്ഷ പ്രാപിക്കാൻ കഴിയും? ഹൈന്ദവ വേദം വിളിച്ചു പറയുന്നു, തമസ്വമ ജ്യോതിർഗമയ മൃത്യുമ അമൃതംഗമയ. ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരണം. എങ്ങനെ വരുമെന്ന് ആഗ്രഹിക്കുക പറയുക, ഞാൻ ഇരുട്ടിലാണെന്ന് അവർ സ്വയം സമ്മതിക്കുക. ഇസ്ലാം വേദം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ഇബ്ലീസിന്റെ കുത്ത് ഏൽക്കാത്ത ഒരൊറ്റ വ്യക്തി പോലും ദുനിയാവിലില്ല. ഇന്ന് പകല് എല്ലാവരും പറഞ്ഞു മനുഷ്യരെല്ലാം പാപികളാണ്. ഈ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ അന്നു മുതൽ ഇന്നു വരെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അനേക മലകൾ കയറുന്നു, അനേക ചെരിപ്പിടാൻ നടക്കുന്നു, അനേക പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇവിടെയൊന്നും മനുഷ്യന് യഥാർത്ഥമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് പകലില് ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപം എത്ര കടും ചുവപ്പായാലും അതിനെ വെളുപ്പിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ, അതിനെ മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അതിന് തെളിവ് ഒത്തിരി തെളിവൊക്കെ പറയാനുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ ദൈവദാസങ്ങളുടെ മൈക്കൊക്കെ കൈമാറിയാൽ അവരും പറയും, ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ മദ്യത്തിന് മയക്കിന് അടിമയായി ജീവിച്ച ഒരു കാലം ഞങ്ങളുടെ പുറകിലുണ്ട്. അവിടെ നിന്നല്ല ഞങ്ങളെ മാറ്റിയ മാർഗം യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. വിശുദ്ധ ബൈബിൾ ഈ പ്രകാരം പറയുന്നു, ഒരിക്കൽ മരണം, പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഈ പദം കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി തോന്നാം. ആ പദം ഇങ്ങനെയാണ്, ഒരിക്കൽ ഒരു മരണം, പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. ഒരു മനുഷ്യൻ, നമ്മൾ പത്രമൊക്കെ വായിച്ചാൽ കേൾക്കുന്ന വാർത്ത എങ്ങനെയാണ്, ഭാര്യനെ കഴുത്തറുത്ത് കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ആ ഭർത്താവ് പറയും, നാളെ ഭാര്യനെ കൊന്ന് അതിൻ്റെ പ്രതിയെ പിടിക്കാൻ വരുമ്പോൾ പ്രതി
ആത്മഹത്യ ചെയ്ത് കിടക്കുക. അതുകൊണ്ട് അവൻ പറയും, ഇനി ഒരു കോടതിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇനി ഒരു കോടതി എന്നെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇന്ന് പകൽ വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ശക്തമായി വിളിച്ചു പറയുക, ഒരിക്കൽ ഒരു മരണം, പിന്നെ ഒരു ന്യായവിധിയുണ്ട്. ഇന്ന് പകല് നീ ലോകത്ത് സകല പാപവും ചെയ്തിട്ട്, നീ കൊലപാതകം ചെയ്തിട്ട്, നീ ആത്മഹത്യ ചെയ്താൽ ഈ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാൻ തൽക്കാലം, എന്നാൽ ഒരിക്കല് എന്റെ ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരിക്കൽ നീ നിൽക്കേണ്ടി വരുമെന്ന് ഇന്ന് പകൽ ദേശമേ നീ മറന്നു പോകരുത്. ഇന്ന് പകൽ മറന്നു പോകരുത്. ഒരു മനുഷ്യൻ ഇവിടെ കൊലപാതകം ചെയ്താൽ, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്താൽ, രണ്ട് സാക്ഷി മൊഴി മാറ്റി പറഞ്ഞാൽ അവനെ വേണം രക്ഷിക്കാൻ കോടതിക്ക്, അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ ഇവിടുത്തെ വക്കീലിന് കഴിയാം, അല്ലെങ്കിൽ ഇവിടുത്തെ കോടതി അവൻ രക്ഷപ്പെടപ്പെടാം. എന്നാൽ ഇന്ന് പകൽ മറക്കരുത്, ദേശം മറക്കരുത്, നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുന്നത് കൈക്കൂലി കൊണ്ട് മറയുന്ന അവരെല്ലാം വിശുദ്ധ തിരുവചനം പറയുന്നു, അവൻ ന്യായം വിധിക്കേണ്ട മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഇന്ന് പകലില് ഇവിടെ ജനങ്ങളെല്ലാം നിനക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാം, പക്ഷേ ഈ ഭൂമി ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരിക്കൽ നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. അതിനു മുമ്പ് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും ഇന്ന് പകൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുത വിഷയമാണ്. യേശുവിന്റെ ജനനത്തിനോ ദൂതന്മാർ പാടിയത് ഇങ്ങനെയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇന്ന് പകൽ യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത ഒരു സമാധാനത്തിന്റെ പ്രഭുവായിട്ടാണ് യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനനത്തിൽ വലിയ സന്തോഷമുണ്ടായി. അടുത്ത മാസം നമ്മൾ ഡിസംബർ 25-ാം തീയതി ഈ ലോകം മുഴുവനും ക്രിസ്തുമസ് ആഘോഷിക്കുക, യേശുവിന്റെ ജനനം കൊണ്ടാടുകയാ. പക്ഷെ ഞങ്ങൾ പറയും, യേശു ജനിക്കേണ്ടത് പുൽക്കൂട്ടിന്റെ അകത്തല്ല യേശു ജനിക്കേണ്ടത്. യേശു ജനിക്കേണ്ടത് എവിടെ ജനിക്കണം? യേശുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് ജനിക്കണം. യേശുവിന്റെ കുടുംബത്തിന്റെ അകത്ത് ജനിച്ചാൽ വലിയ സമാധാനമുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. എന്നാൽ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ യേശു ജനിച്ച് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചു. ഏകദേശം 30-ാമത്തെ വയസ്സിൽ താൻ കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ദൈവം കർത്താവ് വെളിപ്പെടുത്തി. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന സമയത്ത് യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ താൻ കടന്നു വരുന്ന സമയത്ത് യേശു താൻ കടന്നു വരുമ്പോൾ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അവളുടെ ജീവിതത്തിൽ അവൾ സമ്പാദിച്ചത് മുഴുവനും എന്ത് ചെയ്തു? ഡോക്ടർമാർക്ക് കൊടുത്തിട്ട് അവളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ രക്തസ്രാവത്തിന് മാറ്റം സംഭവിച്ചില്ല. ഒന്നുകൂടെ അതിൻ്റെ അകത്തു നിന്ന് എടുത്തു എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പഴയ നിയമകാലം പ്രമാണിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്താകണം, അവൾക്ക് ജനത്തിനിടയിൽ വരാൻ നിയമമില്ല. എന്നാൽ അവൾ ഒരു കാര്യം വിശ്വസിച്ചു, യേശുവിനെ അറിയണ്ട, യേശു എനിക്ക് ഒന്നും പ്രാർത്ഥിക്കുക പോലും വേണ്ട, യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും ഞാൻ തൊട്ടാല് എനിക്ക് സഭയ്ക്ക് ലഭിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അനേക ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിന്റെ വസ്ത്രത്തിൽ പോയി ആ പ്രിയ സഹോദരി ഒന്ന് തൊടുവാനിട വന്നു. ഉടനെ യേശു അവിടെ നിന്നൊരു കാര്യം ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, വിറച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, യേശുവിന്റെ കാൽക്കൽ ആ സ്ത്രീ വീണു. ഇന്ന് പകൽ ഈ ദേശത്തോട് ശക്തമായിട്ട് യേശുവിനെ പ്രസംഗിപ്പാൻ ഞാൻ ആവേശമെന്ന് പറഞ്ഞാൽ, 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവർക്ക് ജനത്തിനിടയിൽ വരാതെ ജനങ്ങൾ അവളെ പാളയത്തിന് പുറത്ത് മാറ്റി നിർത്തിയവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ എന്റെ യേശു അശുദ്ധനായില്ല, എന്റെ യേശു അവളെ തൊട്ടുകൊണ്ട് യേശു അശുദ്ധനായില്ല, എന്റെ യേശു എന്നും ശുദ്ധിയുള്ളവനാണ്. ഇന്ന് പകല് നിന്റെ ജീവിതത്തിന്റെ അകത്ത് എത്ര പ്രശ്നത്തിന് നടുവിലും പ്രതികൂലത്തിന് നടുവിലും ഏതൊക്കെ പാപത്തിന്റെ അകത്ത് ജീവിക്കുന്നവരെ എന്നെ കേൾക്കുന്നവർ ഇന്ന് പകൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പറയുക, നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും ഇന്ന് യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ നിന്റെ പാപത്തെ മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് യേശുവിന്റെ സുവിശേഷം. അതുകൊണ്ട്
ആ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശു ഒരു കാര്യം പറഞ്ഞിങ്ങനെയാണ്, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇന്ന് പകൽ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, യേശു എന്നും ശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകലില് യേശുവിനെ ഈ ദേശത്ത് ചങ്കുറപ്പോടെ ഞങ്ങൾ പ്രസംഗിക്കാൻ നൽകുന്ന ആവേശം എന്ന് പറഞ്ഞാൽ, യേശുവിനെ എത്ര അശുദ്ധം തൊട്ടാലും എൻ്റെ യേശു അശുദ്ധനായി തീരത്തില്ല. എത്ര അശുദ്ധനായാലും നിനക്ക് യേശുവിനെ തൊടാം. നീ തൊട്ടാൽ നീയും ശുദ്ധനായി തീരും. യേശു എന്നും അവൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞു, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മടങ്ങി വരട്ടെ. അങ്ങനെ യേശുവിന്റെ സൗഖ്യം അവിടെ നടക്കുവാനിട വന്നു. അങ്ങനെ യേശു കടന്നു വരുന്ന സമയത്ത് അവസാന നിമിഷം യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. ഇന്ന് പകൽ ഈ ദേശത്തോട് ഞാനൊരു കാര്യം ചോദിക്കുക. അന്ന് മുതൽ മനുഷ്യരോടുകയാ, അനേക യാഗങ്ങൾ കഴിക്കുന്നു. പഴയ നിയമകാലം പ്രമാണിച്ചാൽ കുറുമ്പ്രാവിനെ, ആടിനെ, കാളയിനെ ഒക്കെ യാഗം കഴിച്ച മനുഷ്യൻ പാപത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ സകല പാപവും ഏറ്റെടുക്കുവാൻ കടന്നു വരുന്ന ഒരുവനെ കണ്ടോ? അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ഈ ദേശത്തോട് പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ സമാധാനം തരാൻ എൻ്റെ യേശു മരിക്കുവാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. മരിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരൊറ്റ നേതാവുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു ക്രിസ്തു ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞ ബാക്കി നിർത്താൻ ആഗ്രഹിക്കുക. യേശു ക്രിസ്തുവിനെ പീലാത്തോസിന്റെ ഗവത എന്ന കൽത്തുളം മുതൽ തന്നെ യേശു കർത്താവിന്റെ വിധ ആരംഭിച്ചു. ഇന്ന് പകൽ ഈ ദേശത്തോട് ചങ്കുറപ്പോടെ ഒരു കാര്യം വിളിച്ചു പറയാം. യേശുവിനെ പ്രസംഗിപ്പാൻ, യേശുവിനെ കുറിച്ച് ഈ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ നിന്ന് പ്രസംഗിക്കാൻ കാരണം, അടിച്ചാലും ഇടിച്ചാലും എന്തെല്ലാം ചെയ്താലും യേശുവിനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന ആവേശം എന്ന് പറഞ്ഞാൽ, യേശുവിനെ പീലാത്തോസിന്റെ ഗവന എന്ന കൽത്തുളം മുതൽ യേശുവിന്റെ വേദ ആരംഭിച്ചു. അവനെ മുഷ്ടി ചുരുട്ടി അവർ ഇടിച്ചു. അവന്റെ മുഖത്തൊരു കറുത്ത തുണി കെട്ടിയിട്ട് അവന്റെ മുഖത്തടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, നിന്നെ ആരാണ് അടിച്ചത്? നീ പ്രവചിക്കാൻ പറഞ്ഞു. യേശുവിനെ അവർ പരിഹസിച്ചു. തീർന്നില്ല, യേശുവിനെ ചാട്ടവാറ കൊണ്ടടിച്ചു. അവരുടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യനെ ചമ്മട്ടിക്ക് അടിക്കാൻ ഏൽപ്പിച്ചാൽ ഒന്നുകൂടെ 39 അടി യേശുവിനെ പുറത്ത് പലവട്ടമായി യേശുവിനെ പുറത്ത് ആഞ്ഞുപതിച്ചു. യേശുവിനെ അടിച്ച ചാട്ടവാറുടെ പ്രത്യേകതയുണ്ട്. അസ്ഥികളും ഈയക്കട്ടകളും ചൂണ്ടക്കൊടുത്തോട് നിറഞ്ഞ ചാട്ടവാറുമായി 2 പട്ടാളക്കാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിനെ പീലാത്തോസിന്റെ ഗവത എന്ന കൽത്തളത്ത് പോലെ വളർച്ചു നിർത്തിയിട്ട് യേശുവിന്റെ പുറത്ത് ചാട്ടവാറുകൾ ആഞ്ഞാഞ്ഞു പതിച്ചു. ഓരോ ചാട്ടവാർ അടിക്കുമ്പോൾ അത് ശരീരത്തിൽ കയറി ചൂണ്ടക്കൊടുത്ത് കൊളിച്ചു പിടിക്കും. ഒരു ദാക്ഷ്യം കൂടാതെ ആ ചൂണ്ടക്കൊടുത്ത് വലിച്ചു പറിക്കുമ്പോൾ ജീവനുള്ള മാംസപേശികൾ പല ശരീരത്തിൽ നിന്നും മാറി വന്നിട്ട് അവർ അതിനെ കൊണ്ട് വെള്ളത്തിന്റെ അകത്ത് മുക്കുമ്പോൾ ജീവനുള്ള മാംസങ്ങൾ ആ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് പിടയും. ഇന്ന് പകലില് ഈ ദേശത്തോട് പറയാം, എന്തുകൊണ്ടാണ് എൻ്റെ യേശുവിനെ ഇതുപോലെ അടിച്ചിട്ടും എൻ്റെ യേശു മൗനമായി നിന്നോട് അടി കൊള്ളാൻ കാരണമെന്ന് ചോദിച്ചാൽ, എന്റെയും നിന്റെയും സകല പാപവും എൻ്റെ യേശു അവിടെ ഏറ്റെടുത്തു. തീർന്നില്ല, അവിടുന്ന് യേശുവിനെ അടിച്ചു. അവസാനം പീലാത്തോസ് യേശുവിനെ 5 കോടതിയിൽ മാറി എൻ്റെ യേശുവിനെ വിസ്തരിച്ചിട്ടും ഒരു കോടതിയും എൻ്റെ യേശുവിനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കാൻ കാരണം? ഒരൊറ്റ കാരണമേ ഉള്ളൂ, എന്റെയും നിന്റെയും സകല പാപവും എൻ്റെ യേശു ഏറ്റെടുത്തു. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ആ ദേശത്ത് യഹൂദന്മാർ രാജാവ് എന്നൊരു സംഗതി യേശുവിന്റെ മേൽ അവർ എഴുതി വെച്ചു. തീർന്നില്ല, ആ പ്രദേശത്ത് അനേക മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ അനേക വിഷമുള്ളുകളുള്ള സ്ഥലത്ത് അതിൽ ഏറ്റവും വിഷം കൂടിയ ഒരു മുള്ളുകൊണ്ട് യേശുവിന്റെ കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ അടിച്ചിറക്കി. തീർന്നില്ല, പച്ച പൈമര കുരിശുമായി അതാ യേശു കടന്നു പോകുക. വീണ്ടും എഴുന്നേറ്റും എന്റെ യേശു അവരോട് കടന്നു പോകുകയാ. അനേകർ യേശുവിന്റെ മുമ്പിൽ വരുന്നു. അനേകർ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അനേക സ്ത്രീകൾ യേശുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് യേശു കടന്നു വരുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി
കരയണ്ട. ഇന്ന് പകൽ ദേശത്തോട് ഇന്ന് പകൽ ശക്തം വിളിച്ചു പറയാം, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ യേശു കരയുന്ന സ്ത്രീകളെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇന്ന് പകൽ ദേശമേ, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ യേശു പറഞ്ഞതിന് കാരണമുണ്ട്. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ന് രാവിലെ പത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ, ഒരു സംഭവം നമ്മൾ വായിച്ചല്ലോ. ലഹരിയുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടായി. 1500 വിഷയത്തിന് വേണ്ടി രാവിലെ ചെന്ന് കൂട്ടുകാരനെ കൊന്നു. അങ്ങനെ എത്ര വാർത്തകളാണ് കേൾക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 4ാം ക്ലാസ് മുതൽ നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. എത്ര പേരാണ് മദ്യത്തിന് അടിമയാകുന്നത്. എത്ര പേരാണ് കഞ്ചാവിന് അടിമയാകുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് MDMA പോലുള്ള ലഹരി അടിമയായിക്കൊണ്ട് അവരെ ജീവൻ നശിപ്പിക്കുന്നത്. അതാ ഇന്ന് പകൽ ദേശത്തോട് പറയുക, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദേശമേ, നമ്മൾ തയ്യാറായേ മതിയാകൂ. ഇന്ന് പകൽ ദേശത്തോട് ശക്തമായി വിളിച്ചു പറയാം, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു പാലസ്തീന്റെ പച്ചമണ്ണിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ ദേശത്തെ വിളിച്ചു പറയുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാൻ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് നമ്മൾ ദേശത്തോട് ഞാൻ ദൈവമായി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു കടന്നു പോകുകയാ. യേശു കടന്നു പോകുമ്പോൾ അങ്ങനെ യേശുവിനെ ഗോൽഗോത്ത എന്ന സ്ഥലത്ത്, തലയോടിടം എന്ന അർത്ഥമുള്ള സ്ഥലത്ത് യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. ഇന്ന് പകൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ, ആ ക്രൂശ് കിടക്കുന്ന യേശുവിനെ കണ്ടോ? കണ്ടാൽ ആളല്ല. അതൊരു ഭക്തൻ ഇങ്ങനെ പാടി: കാൽവറി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. ഇന്ന് പകൽ വാത്സല്യ ദേശമേ, ആ കാൽവറിയിലേക്ക് നോക്ക്. 2 കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളല്ല എന്ന് വിരൂപമായ ഒരുവനെ കണ്ടോ? ഇന്ന് പകൽ എന്റെയും നിന്റെയും സകല പാപം ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവറി കിടക്കുന്ന യേശുവിലേക്ക് ഇന്ന് പകൽ എത്ര പേർക്ക് ആ ഹൃദയങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയും? ഇന്ന് പകൽ നീ മരിക്കേണ്ട സ്ഥാനത്ത്, നീ അടിയേൽക്കേണ്ട സ്ഥാനത്ത് എന്റെ യേശു അത് മുഴുവൻ ആ കാൽവറിയിൽ ഏറ്റെടുത്തു. ഇന്ന് പകൽ ആ യേശു നിനക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ, നിന്റെ സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് 2 കള്ളന്മാരുടെ നടുവിൽ ഇന്ന് പകൽ ഒരു വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുക. 2 കള്ളന്മാരുടെ നടുവിൽ ഒരു കള്ളൻ യേശുവിനെ പരിഹസിച്ചു. ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞു: ഗുരു, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർത്തുകൊള്ളണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹം എത്ര ഭയങ്കരമാണ്. ഇന്ന് പകൽ സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇന്നുവരെ നിന്റെ പാപം
ഈ വിഷയത്തെ നടുവിലായിട്ടും നീ എൻ്റെ ജീവിതം ഇനി മതി, ഇവിടെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം തീർക്കുവോ, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന പ്രിയ ദേശമേ, ഇന്ന് പകൽ പറയുക, നീ ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ മക്കൾക്കോ നിനക്ക് ആർക്കും വേണമെങ്കിലും ഒരുവന് നിന്നെ ആവശ്യമാണ്, യേശുവിന് നിന്നെ ആവശ്യമാണ്. യേശു നിന്റെ ഹൃദയം തകർന്ന അവന്റെ അവസാനത്തോടെ രക്തം വരെ ആ കാൽവൽ ഊറ്റി തന്നുകൊണ്ട് ഈ പിതാവ് തന്റെ സ്നേഹം നമ്മളോട് വെളിപ്പെടുത്തിയെങ്കിൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. യേശു മരിക്കുന്നതിന് മുമ്പ് ആ ക്രൂശിന്റെ അകത്ത് കടന്നുകൊണ്ടൊരു കാര്യം വിളിച്ചു പറഞ്ഞു. അതിങ്ങനെയാണ്, സകല ഭൂനിവാസികളുമായുള്ളവരെ നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. ഇന്ന് പകലില് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പറയും ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് പകൽ ഞങ്ങൾ പറയും മറ്റ് ഒരുത്തരിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഇന്ന് പകൽ ഈ നാമം എല്ലാ നാമത്തിനും മേലായ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരാണ് കർത്താവായ യേശു എന്ന നാമം. ആ യേശുവിന്റെ നാമത്തിലേക്ക്, ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകലിലെ തീർന്നില്ല. യേശു അവൻ ഉറക്കെ വിളിച്ച് യേശു പ്രാണനെ വിട്ടു. ഇന്ന് പകൽ മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ച ഒരുവനെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് സമയമില്ല. മരിച്ച കല്ലറ കൊണ്ട് തീർന്നവനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒരു വാചകം പറയാനില്ല, ഒന്നും പറയാനില്ല. അവനെ പ്രസംഗിക്കാൻ ഞങ്ങളിവിടെ വരത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ മരണത്തിന് മുമ്പിൽ അവൻ തോറ്റവനല്ല. മൂന്നാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകലില് ശങ്കുറപ്പോട് ആവേശത്തോട് നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയാം, ഞങ്ങൾ മരിച്ചോ കല്ലറ കൊണ്ട് അവസാനിച്ചവല്ല കർത്താവ് യേശു ക്രിസ്തു. മറിച്ച് അവൻ മൂന്നാമത് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഭക്തൻ പാടിപ്പ് ഇങ്ങനെ പാടി, ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. അനേകം മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുകയാ. ലോകം കണ്ട അനേക ലോകത്തെ കിടുകിട വിറപ്പിച്ച സോക്രട്ടീസും അരിസ്റ്റോട്ടും പ്ലേറ്റോയും ഹിറ്റ്ലറും അങ്ങനെ മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഞാൻ ഇവിടെ ഉയർത്തിക്കാണിക്കുന്ന കർത്താവ് അവൻ കല്ലറ കൊണ്ട് അവസാനിച്ചവനല്ല, അവൻ മരണം കൊണ്ട് അവസാനിച്ചവനല്ല. മൂന്നാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചവൻ, കല്ലറയെ ജയിച്ചവൻ, മരണത്തെ ജയിച്ച ഒറ്റ ഒരുവരുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ഞാൻ എന്റെ വാക്യം നിർത്തുകയാ. അതിനുമുമ്പ് ഒരു കാര്യം ചോദിക്കുന്ന ദേശത്തോട്, ഇന്ന് പകൽ നിനക്ക് വേണ്ടി അവസാനത്തോളം രക്തം വരെ ഊറ്റിത്തന്ന ആ യേശുവിന് വേണ്ടി എത്ര പേര് ഇന്ന് പോലെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കും? ഇന്ന് പകൽ നീ ഇരിക്കുന്ന സ്ഥലം ഒന്നും എനിക്കറിയില്ല, നിങ്ങൾ ആരാണെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. ഇന്ന് പോലെ ഒന്ന് വിശ്വസിച്ച കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാം. എൻ്റെ ഹൃദയം ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇന്ന് പകൽ എത്ര പേര് അത് പറയാൻ തയ്യാറാകും? വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായ് കൊണ്ട് ഏറ്റുപറയും. എന്ത് പറയണം? യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിനാണ് യേശു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങളുടെ മകനായി മകളായി ജീവിക്കാം. എത്ര പേര് തീരുമാനമെടുക്കുന്നു? ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഇരിക്കുന്ന
സ്ഥലത്ത് കർത്താവേ ഞാൻ ഒരു തീരെ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ നാളെ നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലൊന്നും കടഭാരത്താൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, നിന്റെ തലമുറയോടത്ത് നീ കഴിയുന്ന വ്യക്തിയായിരിക്കാം. ഇന്ന് പകല് ഇന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, യേശു നിന്റെ അടുക്കൽ വരുന്ന പകല, യേശുവിന്റെ സ്നേഹം നിന്റെ അടുക്കൽ വരുന്ന പകല. ഇന്ന് പോലെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുക. ഞാൻ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പോലെ യേശുവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകല് നീ വിളിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒറ്റ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, പ്രത്യേകം ഈ പ്രദേശത്ത് കടന്നു വരുവാനും അങ്ങയുടെ വചനം സംസാരിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവേ നിന്റെ അഭിഷക്തന്മാരായ ഞങ്ങളെ കർത്താവ് ബലപ്രതിരിക്കായി സ്തോത്രം. ഇന്ന് പകൽക്ക് ദേശത്തോട് ദൈവത്തിന്റെ വചനം ശക്തമായി വിളിച്ചു പറയുവാൻ യേശു കർത്താവ് ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദേശത്തെ കർത്താവേ ആരെങ്കിലും ആത്മഹത്യ വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലില് യേശുവിന്റെ സമാധാനം അവിടെ കടന്നു വരേണ്ട കർത്താവേ. എല്ലാ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ നാമത്തിൽ മാറി പോകട്ടെ. ആര് രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. കടഭാരത്താൽ ഭാരപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ സ്തോത്രം കർത്താവേ. കർത്താവ് ഈ ദേശത്തുള്ള കർത്താവേ എല്ലാ വ്യാപാരി വ്യവസായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദേശത്ത് കർത്താവേ അവരുടെ കൃഷി സമ്പത്തും മൃഗസമ്പത്തും സർവത്തെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദേശത്തെ കർത്താവ് സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശു കർത്താവ് എഴുതുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ